വൺ ഓഫ് ദ ബെസ്റ്റ് ക്യാച്ച് ഐ ഹാവ് എവർ സീൻ ലൈവ്. ഹാർദിക് പാണ്ഡ്യയെ പുറത്താക്കാൻ ശ്രേയസ് അയ്യർ നടത്തിയ അവിശ്വസനീയ ശ്രമത്തിന് ശേഷം ക്രിക്കറ്റ് ഇതിഹാസം സച്ചിൻ ടെണ്ടുൽക്കർ സോഷ്യൽ മീഡിയയിൽ കുറിച്ചിട്ടത് ഇങ്ങനെയാണ്. മുംബൈ ഡഗൌട്ടിൽ കണ്ണു തള്ളിയിരിക്കുന്ന രോഹിത് ശർമ്മയും സ്കൈയും അത്രയും അടുത്തിരുന്ന് ആ ക്യാച്ച് ലൈവായി കണ്ടത് അവരാണല്ലോ. ക്യാച്ച് വരവ് വെക്കുന്നത് സാവിയർ ബാറ്റ്ലറ്റിൻ്റെ പേരിലാണെങ്കിലും അത് IPL ഹിസ്റ്ററിയിൽ ഓർമ്മിക്കപ്പെടാൻ പോകുന്നത് അയ്യരുടെ പേരിലാകും. ഒരുവേള അയാൾ ഗ്രാവിറ്റിയെ തോൽപ്പിച്ച് കളഞ്ഞു എന്ന് പോലും തോന്നിപ്പോയി ആരാധകർക്ക്. ഇങ്ങനെയൊരു ക്യാച്ചിങ് ശ്രമത്തിനിടെ പരിക്കേറ്റ് ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ കിടന്ന ഓർമ്മകൾ അത്ര ദൂരത്തൊന്നുമല്ല, അടുത്ത്, വളരെ അടുത്ത്. എന്നിട്ടും ഇപ്പോഴും അയാൾ മൈതാനത്ത് പുറത്തെടുക്കുന്ന ഡെഡിക്കേഷൻ എത്രയാണെന്ന് ഒരിക്കൽ കൂടി കാണിച്ചു തന്നു ആ അത്ഭുത ക്യാച്ച്. കഴിഞ്ഞ സീസണ് തൊട്ട് മുമ്പ് അരങ്ങേറിയ മെഗാ ഓപ്ഷന് ശേഷം ഋഷഭ് പന്ത് പറഞ്ഞൊരു വർത്തമാനം ഇപ്പോഴും ഏറലുണ്ട്. തന്നെ പഞ്ചാബ് വാങ്ങിക്കളയുമോ എന്നായിരുന്നു ഭയം എന്നായിരുന്നു പന്തിൻ്റെ കമൻറ്റ്. സീസൺ ആരംഭിച്ചതോടെ പന്തിനെ ആ വാക്കുകൾ തിരിഞ്ഞുകൊത്തി. ലക്നൗ അടപടലം തകർന്നടിച്ചപ്പോൾ പഞ്ചാബ് ഫൈനൽ ടിക്കറ്റ് എടുത്തു. കോടികൾ വാരിയെറിഞ്ഞ് ലക്നൗ തട്ടകത്തിലെത്തിച്ച ക്യാപ്റ്റൻ പന്തിൻ്റെ പ്രകടനങ്ങളും അത്ര കാശാവഹമായിരുന്നില്ല. ടൂർണമെൻറ്റിനിടെ പഞ്ചാബ് പരോക്ഷമായി പന്തിനെ ട്രോളുന്നത് കണ്ടു. 26.75 കോടി മുടക്കിയാണ് അതേ സീസണിൽ അയ്യരെ പഞ്ചാബ് തട്ടകത്തിലെത്തിക്കുന്നത്. വർഷങ്ങൾക്ക് ശേഷം തങ്ങൾക്ക് കിരീടം നേടിത്തന്ന അയ്യർ എന്ന ക്യാപ്റ്റനെ കൈയൊഴിയാൻ കൊൽക്കത്ത തീരുമാനിക്കുന്നു. ഇതോടെ എന്ത് വില കൊടുത്തും അയ്യരെ കൂടാരത്തിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ പഞ്ചാബ് ആരംഭിച്ചു. കൊൽക്കത്തയാവട്ടെ വെങ്കിടേഷ് അയ്യർക്ക് വേണ്ടി ലേലത്തിൽ മുടക്കിയത് 23 കോടിയാണ്. അതൊട്ട് ഫലം കണ്ടുമില്ല. അന്ന് തുടങ്ങിയ KKRൻ്റെ കഷ്ടകാലം ഇന്നുവരെ തീർന്നിട്ടില്ല. ശ്രേയസ് അയ്യർ ആകട്ടെ മുടക്കിയ തുകക്ക് ടീമിന് ഇരട്ടിയായത് തിരിച്ചു നൽകി. പോയ സീസൺ മുതൽ നാളിതുവരെ റെഡ് ഹോട്ട് ഫോമിൽ തുടരുന്ന പഞ്ചാബിൻ്റെ പടയോട്ടങ്ങളെ അക്ഷരാർത്ഥത്തിൽ മുന്നിൽ നയിക്കുന്നത് ശ്രേയസ് അയ്യർ എന്ന നായകനാണ്. കഴിഞ്ഞ മത്സരത്തിൽ ഇന്ത്യൻ ക്രിക്കറ്റിലെ സിംഗപ്പൂരികൾ പലരും അണിനിരക്കുന്ന മുംബൈയെ അവരുടെ തട്ടകത്തിലിട്ട് തരിപ്പണമാക്കിയ ശേഷം ശ്രേയസ് അയ്യർ അജിത് അഗാർക്കറോട് ഒരിക്കൽ കൂടി പറഞ്ഞു വെക്കുന്നത് ഇനിയും കണ്ണടച്ച് ഇരുട്ടാക്കാൻ ശ്രമിക്കരുത് എന്നാണ്. ഈ സീസണിൽ 5 ഇന്നിങ്സുകളിൽ നിന്നായി ഇതുവരെ 203 റൺസാണ് പഞ്ചാബ് നായകൻ്റെ സമ്പാദ്യം. കളിച്ച 5-ൽ 3 മത്സരങ്ങളിലും അർദ്ധ സെഞ്ചുറി. ബാറ്റ് വീശുന്നത് 187 സ്ട്രൈക്ക് റേറ്റിൽ. 67.67 ബാറ്റിംഗ് ആവറേജ്. 14 സിക്സറുകളും അത്ര തന്നെ ഫോറുകളും ഇതിനോടകം അയാളുടെ ബാറ്റിൽ നിന്ന് പിറന്നു കഴിഞ്ഞു.